ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ MA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് MEG 14 ആണ്. ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ? എന്തിനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? വി നീഡ് ടു നോ ദാറ്റ്, അല്ലേ? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്താണ് മാറ്റർ? അതെന്തിനാണ്? ഒരു വേൾഡ് വൈഡ് റിസീവിങ് അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് റീഡർഷിപ്പ് ആ ഒരു ബുക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹിന്ദി ലാംഗ്വേജിൽ ഒരു ബുക്ക് ഇറക്കി കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കും. വെൻ ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്, ഇതെന്താണ്, വേൾഡ് വൈഡ് അതിനൊരു റീഡർഷിപ്പ് കിട്ടുകയാണ്. ദെൻ വേൾഡ് വൈഡ് റെക്കഗ്നിഷനും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ഇന്ത്യൻ ആ ഒരു ട്രഡീഷനെ കുറിച്ചൊക്കെ ലോകം മൊത്തം അറിയണം എന്നുള്ളൊരു ഐഡിയ കൊണ്ട് തന്നെ ആയിരിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകൾ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ആ ഒരു ബ്രിട്ടൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇത്ര ഇമ്പോർട്ടൻസ് കാണിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതും. ദെൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. വി ആർ കൺസിഡറിങ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. സോ ഡെഫിനറ്റ്ലി ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് റിസീവേഴ്സ് കൂടുമെന്നും നമുക്കറിയാം, ഓഡിയൻസ് കൂടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആ ഒരു ലാംഗ്വേജിലേക്കുള്ള ട്രാൻസ്ലേഷൻ ഇത്ര പ്രാധാന്യം വേൾഡിൽ കൽപ്പിക്കുന്നതും. അപ്പോൾ ഇന്ന് റീസെൻ്റ്ലി 2022 ഇറ്റ്സ് ജസ്റ്റ് എ ജനറൽ ഇൻഫോർമേഷൻ ഫോർ യു. നമുക്കറിയാം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അച്ചീവ്മെൻ്റ് ആണ് അത്. ടോംബ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞ ഒരു വർക്ക്, ഗീതാഞ്ജലി ശ്രീയുടെ വർക്കിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടി. ആ ഒരു വർക്ക് ഹിന്ദിയിൽ എഴുതിയതാണ്. ഹിന്ദിയിൽ എഴുതിയതിന് ശേഷം ദാറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ US ട്രാൻസ്ലേറ്റർ ഡെയ്സി റോക്ക്വെൽ. അപ്പോൾ ഡെയ്സി റോക്ക്വെൽ എന്ന് പറഞ്ഞ ആ ഒരു വുമൺ ആണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ അതിന് റെക്കഗ്നീഷൻ, വേൾഡ് റെക്കഗ്നീഷനാണ് കിട്ടിയത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. 2022 ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് ആ ഒരു ബുക്കർ പ്രൈസിലേക്ക്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്ക് പോകുന്ന ഫസ്റ്റ് ഇന്ത്യൻ പേഴ്സണാലിറ്റിയാണ്, ഇന്ത്യൻ റൈറ്റർ, വുമൺ റൈറ്ററും കൂടിയാണ് ഗീതാഞ്ജലി ശ്രീ. അപ്പോൾ ജസ്റ്റ് ഫോർ എ ജനറൽ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം, ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിന്, ഇന്ത്യൻ റൈറ്റിങ്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് MEG 14 എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ലേഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതും നിങ്ങൾക്ക് അങ്ങനെ റെക്കഗ്നിഷൻ കിട്ടിയ വർക്കുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക്. You have to read your textbook after my class. Definitely follow that rule. Then ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്. ഈ ബ്ലോക്ക് 3 കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് തമസ് എന്ന് പറയുന്ന ഒരു നോവൽ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബിഷം ഷാഹിനി. അപ്പോൾ അവരുടെ ഈ ഒരു നോവലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് വി ആർ ഗോയിങ് ടു ഡീൽ ടുഡേ. ഓക്കെ, ആ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ ദ റൈറ്റർ ആൻഡ് ദ പാർട്ടീഷ്യൻ. അപ്പോൾ ഈ ഒരു നോവൽ തമസ് എന്ന് പറഞ്ഞ ഈ ഒരു നോവൽ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു പാർട്ടീഷൻ ആണ്. ഇന്ത്യൻ പാർട്ടീഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു യൂണിറ്റിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ദ റൈറ്റർ ആൻഡ് ദ പാർട്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്ററും ഈ ഒരു പാർട്ടീഷൻ ടൈമിൽ ഉണ്ടായിരുന്ന നോവൽസ് അതൊക്കെയാണ് ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക്, ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഷാൽ വി ബിഗിൻ? സോ ദ ഫസ്റ്റ് തിങ്, ആ ഒരു നോവലിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ തമസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് തമസ്? നമുക്കറിയാം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം ദുഃഖമാണുണ്ണി, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ വരിക. സോ തമസ് ഈസ് ഡാർക്ക്നെസ്. അപ്പോൾ തമസ് എന്ന് പറയുന്നത് മേ ബി അദ്ദേഹം ആ ഒരു പാർട്ടീഷൻ്റെ ഡാർക്ക്നെസ് അത് ഇന്നും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു മീനിങ്ങിലായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ തമസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഡാർക്ക്നെസ് എന്നാണ്. ഇറ്റ് ഈസ് എ നോവൽ ഓഫ് പാർട്ടീഷൻ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഹിന്ദി.
ഇൻ 1974. അപ്പോൾ ആരാണ് എഴുതിയത്? ബിഷം സാഹിനി 1974 എഴുതിയ ഒരു നോവലാണ് തമസ് എന്ന് പറയുന്നത്. ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആദ്യം പബ്ലിഷ് ചെയ്ത്, ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ബൈ വികാസ് പബ്ലിഷേഴ്സ്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത് ജയരഥനാണ് 1981. അദ്ദേഹം ആ ഒരു ട്രാൻസ്ലേഷനെ, ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ കൊടുത്ത ടൈറ്റിലാണ് കൈറ്റ്സ് വിൽ ഫ്ലൈ. ഓക്കെ, കൈറ്റ്സ് വിൽ ഫ്ലൈ. ദെൻ റിവൈസ്ഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പിന്നീട് തമസ് എന്ന പേരിൽ തന്നെ പെൻഗ്വിൻ, നമുക്കറിയാം വളരെ ഫേമസ് ആയൊരു പബ്ലിഷിംഗ് ഹൗസാണ് പെൻഗ്വിൻ ഇറക്കുകയാണ് 1988. അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഗോവിന്ദ് നിഹലാനി. അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലും അതുപോലെ പോപ്പുലർ ആയൊരു ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം ഇൻട്രൊഡക്ഷൻ കൊടുത്തതോട് കൂടിയാണ് ഈ ഒരു വർക്കിന് ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സംഭവിച്ചത് എപ്പോഴാണ്? 1988. ദെൻ പിന്നീട് 2001 ഓതറിൻ്റെ, നമ്മുടെ ഈ ഒരു ബിഷം സാഹിനിയുടെ തന്നെ ഓൺ ട്രാൻസ്ലേഷൻ പുറത്തു വരികയും അതിന് സാഹിത്യ അക്കാദമി അവാർഡ് 1975 ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ബേസിക് ഇൻഫർമേഷൻ. നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പെൻഗ്വിൻ്റെ ട്രാൻസ്ലേഷനാണ്. പെൻഗ്വിൻ നടത്തിയ ട്രാൻസ്ലേഷൻ്റെ ആ ഒരു ബുക്കിൻ്റെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, so that's the thing. So Tamas means darkness. It was a novel based on partition, written in Hindi and published in 1974. Okay, and it was first published by it was first translated in English by Jayaradan and it is published in 1981 under the title Kites Will Fly, and revised English translation came in the year of 1988. It was done by Penguin in the name of Tamas. Tamas എന്ന് പറഞ്ഞ നെയിമിൽ തന്നെയാണ് വന്നത്. It also had an introduction given by Govind Nihalani. ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ, ആ ഒരു ഗോവിന്ദ് നിഹാലനിയുടെ ഇൻട്രൊഡക്ഷൻ കാരണമാണ് ഇറ്റ് ബിക്കം പോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ അറ്റ് ദ സെയിം ടൈം. ദെൻ ദ ഓതേഴ്സ് ഓൺ ട്രാൻസ്ലേഷൻ കെയിം ഇൻ 2001 ആൻഡ് ദ ബുക്ക് ഓൾസോ ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1975. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. നൗ വി ക്യാൻ മൂവ് ടു ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ബിഷം സാഹിനി. ഓക്കെ, ബിഷം സാഹിനി എന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്ററുടെ ലൈഫും വർക്കിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല കറക്റ്റായി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് രാവൽപിണ്ടിയിലാണ്. 8 ഓഗസ്റ്റ് 1915 1915 8 ഓഗസ്റ്റ് 8 രാവൽപിണ്ടിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 11 ജൂലൈയിലാണ് 2003. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ MA ഇംഗ്ലീഷാണ്. ഗവൺമെൻറ് കോളേജ് ലാഹോറിലാണ് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത്. ദെൻ 1937 അദ്ദേഹം PhD ഫിനിഷ് ചെയ്ത് വരുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹം ആദ്യം ഫാദറിൻ്റെ ബിസിനസ്സിൽ തന്നെ ഒരുമിച്ച് പോവുമായിരുന്നു. കുറേ വർഷം അവിടെ തന്നെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ലോക്കൽ കോളേജ്, ഒരു ഓണററി കപ്പാസിറ്റി ഉള്ള ഒരു ലോക്കൽ കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അദ്ദേഹം പാർട്ടീഷന് ശേഷം ബോംബെയിലേക്ക് വരികയും പിന്നീട് ഡൽഹിയിലേക്ക് പോവുകയും അവിടെ ഡൽഹി കോളേജിലെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഭാഗ്യരേഖ പബ്ലിഷ്ഡ് ഇൻ 1953. സോ ഏതൊരു റൈറ്റർ എടുത്താലും യു മസ്റ്റ് വാണ്ട് ടു റിമെമ്പർ ദെയർ വർക്ക്സ്. ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഡൈഡ്, അദ്ദേഹം മരിച്ച ഡേറ്റ്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ ഇവരുടെ വർക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ ഇത് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി, ഭാഗ്യരേഖ. ഓക്കെ, അത് പബ്ലിഷ് ചെയ്ത സമയം, ദ ഇയർ 1953 ആണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ആന്തോളജി എന്ന് പറയുന്നത് പെഹ്ല പാത്ത് 1956 അത് പുറത്തേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം മോസ്കോയിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തു ഏകദേശം 7 വർഷത്തോളം. 1957 തൊട്ട് അവിടെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തു. ദെൻ ഏകദേശം ഒരു 20 വർക്കോളം
ടോൾസ്റ്റോയുടെ വർക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഉൾപ്പെടെ ഒരു 20 വർക്കോളം അദ്ദേഹം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ അദ്ദേഹം നൈ കഹാനിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വർക്ക് എഡിറ്റ് ചെയ്തു 1965-67 സമയത്ത്. ദെൻ അദ്ദേഹത്തിൻ്റെ തേർഡ് ആന്തോളജി എന്ന് പറയുന്നത് ബദക്തി രാഖ്. ഓക്കെ, വർക്കുകൾ ഓർക്കുക കേട്ടോ. ബദക്തി രാഖ് അത് 1965 ഇനി തമസ് എന്ന് പറയുന്ന വർക്കിൻ്റെ പ്രത്യേകത, ഇറ്റ് വാസ് അവാർഡഡ് സാഹിത്യ അക്കാദമി അവാർഡ്, ഓൾസോ റിസീവ്ഡ് ദ ശിരോമണി ലേഖക് അവാർഡ് ഫ്രം ദ പഞ്ചാബ് ഗവൺമെൻറ് സെയിം ഇയർ. 1973 തന്നെ അതിനെന്താണ് 1975 തന്നെ അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയാണ്. ആ സെയിം വർഷത്തിൽ തന്നെ ശിരോമണി ലേഖക് അവാർഡ്, പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് ശിരോമണി ലേഖക് അവാർഡും ആ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ട്. ദെൻ അതുപോലെ ലോട്ടസ് അവാർഡ് ഫ്രം ആഫ്രോ ഏഷ്യൻ റൈറ്റേഴ്സ് അസോസിയേഷൻ, അതുപോലെ പല അവാർഡ്സ് 1900 ഒരുപാട് അവാർഡ്സ് ആ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഒരു ബയോഗ്രഫി, മൈ ബ്രദർ ബൽരാജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ബൽരാജ് സാഹിനി എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോബയോഗ്രഫി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബൽരാജ് സാഹിനിയുടെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ആജിക്കി അദീദ് എന്നാണ്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അപ്പോൾ വർക്കുകൾ നന്നായി പഠിക്കാം. ദെൻ അദ്ദേഹം ഈ ഒരു IPT ആൻഡ് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷനിൽ വളരെ കണക്റ്റഡ് ആയൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് വേൾഡ് വൈഡ് എത്താനുള്ള മേജർ കാരണം അതായിരിക്കുമെന്നാണ് ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കരിയർ ആൻഡ് ലൈഫ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ബർത്ത് എവിടെയായിരുന്നു? രാവൽപിണ്ടിയിലായിരുന്നു. 1950 മരണപ്പെടുന്നത് 2003 ദെൻ അദ്ദേഹം MA ഇംഗ്ലീഷ് അറ്റ് ഗവൺമെൻറ് കോളേജ്, അവിടെ നിന്ന് MA ഇംഗ്ലീഷ് എടുക്കുന്നത് ലാഹോറിലുള്ള ഗവൺമെൻറ് കോളേജിൽ നിന്ന്. ദെൻ ഹി ഫിനിഷ്ഡ് ഹിസ് PhD ഇൻ 1937. അതിനുശേഷം അദ്ദേഹം ഫാദറിൻ്റെ ബിസിനസ്സിൽ കുറേ കാലം വർക്ക് ചെയ്തു. പിന്നീട് കോളേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ദെൻ പിന്നീട് ഡൽഹിയിലേക്ക് വന്നിട്ട് അവിടുത്തെ ഡൽഹി കോളേജിലും ടീച്ചറായി വർക്ക് ചെയ്തു. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് ഭാഗ്യരേഖ 1953 ഇറക്കുന്നത്. ദെൻ സെക്കൻഡ് ആന്തോളജി പെഹ്ല പാത്ത് 1956. ദെൻ അദ്ദേഹം ട്രാൻസ്ലേറ്ററായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ട് ടോൾസ്റ്റോയുടെ വർക്ക് പോലും ഹിന്ദിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ തേർഡ് ആന്തോളജി ഓഫ് ഷോർട്ട് സ്റ്റോറി ബദക്തി രാഖ്. പിന്നീട് തമസിനെ കുറിച്ചാണ് പറയുന്നത്. തമസ് സാഹിത്യ അക്കാദമി അവാർഡ് 1975 ശിരോമണി ലേഖക് അവാർഡ്, ഇത് രണ്ടും ആ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലോട്ടസ് അവാർഡ് അത് കിട്ടിയിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ ബ്രദറായ ബൽരാജ് സാഹിനിനെ കുറിച്ച് ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഓട്ടോബയോഗ്രഫി ആജിക്കി അദീദ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ യു ഗോട്ട് ദ ഐഡിയ, അദ്ദേഹത്തെക്കുറിച്ച് കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഹൗ ദ നോവൽ തമസ് ബിഗൻ. ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ആഫ്റ്റർ 20 ഇയേഴ്സ് 20 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു നോവൽ എഴുതുന്നത്. ഈ നോവലിൻ്റെ തീം എന്ന് പറയുന്നത് കമ്മ്യൂണലിസം ആൻഡ് ഇറ്റ്സ് ഡിസാസ്ട്രസ് കോൺസിക്വൻസ് ഫോർ എ മൾട്ടി റിലീജിയസ് പ്ലൂറലിസ്റ്റിക് കൺട്രിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി മൾട്ടി റിലീജിയസ് പ്ലൂറലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലം. വി നോ ദാറ്റ് റിലീജിയൻസൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീജിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് കമ്മ്യൂണൽ റിയോട്ട്സ് ഉണ്ടായാൽ അതിൻ്റെ ഡിസാസ്ട്രസ് ആയ എഫക്റ്റ് ആണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ എഴുതിയിരിക്കുന്നത്. സോ പാർട്ടീഷൻ നമുക്കറിയാം, കമ്മ്യൂണൽ റിയോട്ടിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടീഷൻ ഉണ്ടായത്. ഹിന്ദു മുസ്ലിം സെപ്പറേഷനാണ് നമ്മൾ ആ പാർട്ടീഷനിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലുള്ള വർക്കാണ് ഇദ്ദേഹം എഴുതുന്നത്. പക്ഷേ ഇത് എഴുതുന്നത് ആഫ്റ്റർ 20 ഇയേഴ്സ്, എന്താ പറയുക, പാർട്ടീഷൻ കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർക്ക് എഴുതുന്നത്. അദ്ദേഹം ഈ ഒരു വർക്കിനെ കുറിച്ച് പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പങ്കജ് കെ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ 1995 അദ്ദേഹം പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് ദ പാർട്ടീഷൻ അലോൺ, ഇറ്റ് വാസ് ദ കണ്ടിന്യൂവൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് സെപ്പറേറ്റിസം ചാർജ്ഡ് വിത്ത് കമ്മ്യൂണൽ ടെൻഷൻ വിച്ച് ബിക്കെയിം ഡിസ്റ്റർബ്ഡ് ഫാക്ടർ. അപ്പോൾ എന്താണ്, ഇതൊരു പാർട്ടീഷനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ വർക്ക് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഒപ്പം എന്താണ്, ഇതെന്താണ്, ആ ഒരു സെപ്പറേറ്റിസം, പരസ്പരം വേർതിരിഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ
ഈ ഒരു ഇന്ത്യയിലെ ഏറ്റവും ഡിസ്റ്റർബിങ് ഫാക്ടർ എന്താണ്? കമ്മ്യൂണൽ ആ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണൽ ഫാക്ടറിൻ്റെ ഡിസ്റ്റർബൻസുമാണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. പിന്നീട് മറ്റൊരു ഇൻ്റർവ്യൂ അലോക് ബല്ലയുടെ കൂടെ ഉണ്ടായ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം പറയുന്നത്, I wrote the novel because I went to Bhiwandi. I suddenly remembered the Rawalpindi riots of 1926. I happened to see the riots in Bhiwandi. Some of the things I saw there were so similar to what I had experienced at Rawalpindi that I started writing. And then one thing suggested another. I myself figure in my novel in scenes where I describe the activities of Congress. അപ്പോൾ എന്താണ് അദ്ദേഹം പറയാണ്, ഞാൻ ഭിവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ എനിക്കെന്താണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന രാവൽപിണ്ടിയിൽ നടന്ന റയോട്ടിനെ കുറിച്ച് ഓർമ്മ വന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് ദാറ്റ്. ദെൻ ഇതിലെ കോൺഗ്രസിൻ്റെ ഒരു റോള് ഞാൻ കൃത്യമായിട്ട് എഴുതാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ദ പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ഓട്ടോബയോഗ്രഫിക്കൽ. സംഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ലൈഫ്. But the center of it is not about my own experience. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടി ജനറൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ പോലും പാർട്ട് ഓഫ് മൈ ലൈഫാണ്. അതുകൊണ്ട് ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആണെന്ന് കുറച്ച് നമുക്ക് പറയാനും സാധിക്കുമെന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ പാർട്ടീഷൻ മാത്രമല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, കമ്മ്യൂണൽ റയോട്ട്, അതിൽ നിന്ന് വന്ന ഡിസ്റ്റർബൻസ്, ഇന്ത്യയിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഡിസ്റ്റർബൻസ്, ഇതിനൊക്കെ കുറിച്ചാണ് അദ്ദേഹം ഈ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കുറച്ച് ഫാക്ടേഴ്സ്, പാർട്ടീഷൻ ഓഫ് 1947 അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തായിരുന്നു പാർട്ടീഷൻ്റെ ഒരു അവസ്ഥ, പാർട്ടീഷൻ എന്തായിരുന്നു നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ആ ഒരു ദുരന്തം എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിന്റ് ഇത് പറഞ്ഞു തരികയാണ്. പാർട്ടീഷൻ ഈസ് വൺ ഓഫ് ദ ടു കാറ്റാക്ലിസ്മിക് ഇവൻറ്റ്. കാറ്റാക്ലിസ്മിക് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ആൻഡ് വയലൻറ്റ് ഇവൻറ്റ്. അങ്ങനത്തെ ഒരു ഇവൻ്റാണ് പാർട്ടീഷൻ. അതെന്താണ്, ഇന്ത്യയുടെ ഡെസ്റ്റിനിയെ ഷെയ്പ്പ് ചെയ്ത ഒരു ഇവൻ്റാണ്. ലാസ്റ്റ് 150 വർഷം നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയുടെ ഡെസ്റ്റിനി, ഇന്ത്യയുടെ ഫേറ്റ് അതിനെ ഷെയ്പ്പ് ചെയ്ത ഒരു ഇവൻ്റാണ് ഈ ഒരു പാർട്ടീഷൻ. ഇത് ഫസ്റ്റ് വാസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ അപ്രൈസിംഗ് ഓഫ് 1857. അപ്പോൾ ഇന്ത്യയുടെ ലാർജ് സ്കെയിൽ വയലൻ്റ് ഇവൻറ്റ് 2 ഉണ്ട്. അതിലൊന്ന് സിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ 1857 ഫസ്റ്റ് ഇന്ത്യൻ അപ്രൈസിംഗ് ആണ്. മറ്റൊന്ന് ഈ ഒരു പാർട്ടീഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി India got divided into 2 parts. The new India became free on 15th August 1947. അപ്പോൾ ഇന്ത്യ രണ്ടാക്കി വിഭജിച്ചു. അതിൽ ന്യൂ ഇന്ത്യ 14th August 1947 15th August 1947 എന്തുണ്ടായത്, ഇൻഡിപെൻഡൻസ് നേടിയത്. ഇതിൽ നിന്ന് പാകിസ്ഥാനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി മുസ്ലിം മെജോറിറ്റി ആയിട്ട് പാകിസ്ഥാനെ മാറ്റുകയും പിന്നീട് ബംഗാൾ, പഞ്ചാബ് എന്ന് പറഞ്ഞ മുസ്ലിം മെജോറിറ്റി ഏരിയനെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് റൂളേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് റൂളേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് ആരെ കാണാം, നാഷണൽ മൂവ്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ട് നാഷണൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന, നാഷണലിസം എന്ന ഫീലിങ്സ് പിടിച്ച് കൊണ്ടുവന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു. ദെൻ മുസ്ലിം ലീഗ്, 2 നേഷൻ തിയറി ആയിട്ട് വന്ന ആ ഒരു മുസ്ലിം ലീഗും ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് പാർട്ടീഷൻ വാസ് കൊളോസൽ. കൊളോസൽ മീൻസ് എക്സ്ട്രീംലി ലാർജ് ഓർ ഗ്രേറ്റ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് ഹ്യൂമൻസ്, മനുഷ്യന്മാരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നിയർലി 12 million people gave up their home and hearth and crossed the newly formed frontiers. ഏകദേശം 12 മില്യണോളം ജനങ്ങൾ ഇവിടെ നിന്ന് തൻ്റെ വീടും സ്ഥലവും ഒക്കെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ദെൻ അതുപോലെ 10 million people പഞ്ചാബ് ബോർഡർ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു. അതുപോലെ ഒരുപാട് പേര് മരണപ്പെട്ടു, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ദെൻ ഒരുപാട് സെക്ഷുവൽ പ്രോബ്ലംസ്, വുമൻസിന് സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ, അറ്റ് ദ സെയിം ടൈം സെക്ഷുവൽ വയലൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദെൻ according to Urvashi Butalia, estimate about 75,000 women were probably abducted and raped by men professing religions other than their own. So you should want to understand how women suffered in that time. Almost 75,000 women ആണ്
എന്താണ് കടത്തിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത്. ദെൻ എ ലാർജ് നമ്പർ ഓഫ് അബ്ഡക്റ്റഡ് വുമൺ വെർ റിക്കവേർഡ് ആൻഡ് സെൻഡ് ബാക്ക് ടു ദയർ ഫാമിലി. ബട്ട് ദർ വെർ ഓൾസോ കേസസ് വെർ ദ ഫാമിലീസ് റിഫ്യൂസ് ടു ഓൺ ദ ടൈൻറ്റഡ് വുമൺ. എന്തായാലേ ആ ഒരു കണ്ടീഷൻ ഭയങ്കര കഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലി ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് എന്താണ്, വീടിൻ്റെ അഭിമാനം സ്ത്രീയുടെ മേലിലായിപ്പോയി. So that was the condition on that time. Besides, there were cases of women who refused to go back to their families. Some women didn't went back. അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തില്ല. അതുപോലെ ഇനിയിപ്പോൾ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലീസ് ഡിവൈഡായി. പല ആളുകളും അവരുടെ റിലേഷൻഷിപ്പിലുള്ള പല ആളുകളും ഇവിടെ നിന്ന് പല ആളുകളും പുറത്തുപോയി. ഏതൊരു ആഡ് ഉണ്ടായിരുന്നില്ലേ റീസെൻ്റ് ആയിട്ട്, 2 ബെസ്റ്റ് ഫ്രണ്ട്സ് പിരിഞ്ഞു പോയിട്ട് അവസാനം കണ്ടുമുട്ടിയ ആ ഒരു ഇത്. സോ ദാറ്റ് വാസ് റിയലി എ സാഡ് മൊമെൻ്റ് അല്ലേ. അവരുടെ ലൈഫിലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പണ്ടത്തെ ഒരു നോവൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടീഷനിൽ സംഭവിച്ച പ്രണയവിരഹങ്ങളൊക്കെ അതിൻ്റെ ഒരു തീമിലൊക്കെ ഒരുപാട് നോവൽസ് വന്നിട്ടുണ്ട് അല്ലേ. ദേവർ കൺവേർഷൻ ഗാലോർ, ഒരു കൺവേർഷൻസ് നടന്നിരുന്നു. ബട്ട് സം പീപ്പിൾസ് മരിച്ചാലും ഈ ഒരു കൺവേർഷനിലേക്ക് വരില്ല എന്ന് ചിന്തിച്ച് ജീവിച്ചിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ദെൻ പാർട്ടീഷൻ വാസ് എ മൾട്ടി ഡയമെൻഷണൽ ട്രാജഡി. ഓഫ് കോഴ്സ് അല്ലേ, മൾട്ടി ഡയമെൻഷണൽ ട്രാജഡിയാണ്. ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഫെയിലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അതിനെ തുടർന്ന് ഒരുപാട് കോൺസിക്വൻസസ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അന്ന് ആ ഒരു പാർട്ടീഷൻ അങ്ങ് നടത്തി എല്ലാവരും ഫ്രീ ആയി. പക്ഷെ അതിന് ശേഷം വന്ന പ്രോബ്ലംസ് ആരും ചിന്തിച്ചില്ല. ദർ ഈസ് നോട്ട് ഡെർത്ത് ഓഫ് മെറ്റീരിയൽ ഓൺ പാർട്ടീഷൻ. എ ഹ്യൂജ് ടോംസ് ഓഫ് ഹാവ് ബീൻ റിട്ടൺ ഡിസ്കസിംഗ് ദ ഫാക്ടർ ദാറ്റ് ലെഡ് ടു ഇറ്റ്. ഇന്നോവേറ്റീവ്ലി ദ നെയിംസ് ഓഫ് ലീഡേഴ്സ് ലൈക്ക് നെഹ്റു, ജിന്ന, മൗണ്ട് ബാറ്റൻ ഹാവ് കം അണ്ടർ ക്ലോസ് സ്ക്രൂട്ടിനി. ബട്ട് ദീസ് പൊളിറ്റിക്കൽ ഡിസ്കഷൻ മിസ് ദ ഹ്യൂമൻ ഡയമെൻഷൻ ഓഫ് ദ ട്രാജഡി. യെസ്, ഒരു ഡിസ്കഷനൊക്കെ നടത്തി ഇവരൊക്കെ തീരുമാനിച്ചിട്ടാണ് പാർട്ടീഷൻ നടത്തിയത്. പക്ഷെ ഒരിക്കലും സാധാരണ മനുഷ്യന്മാരുടെ ട്രാജഡിയെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. സോ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് പാർട്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഊർവശി ബുട്ടാലിയ അവരൊരു വോൾ ബുക്ക്, ഈ ഒരു ഇൻഡിവിജ്വൽ മെമ്മറി, അവരുടെ ഈ ഒരു ഓർഡിനറി ജനങ്ങളുടെ ഈ ഒരു പാർട്ടീഷൻ സമയത്തുണ്ടായിരുന്ന ഓർഡിനറി സാധാരണക്കാരുടെ ലൈഫിനെ കുറിച്ച് ഒരു ഇൻഡിവിജ്വൽ ബുക്ക് തന്നെ അവർ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് സിഖ് മസാക്കറൊക്കെ കാണാം. ആ ഒരു സമയത്ത് സിഖ് മസാക്കർ എന്ന് വെച്ചാൽ കുറേ സിഖ് പേരെ കൊലപ്പെടുത്തിയ സംഭവം, അതുപോലെ സബർമതി എക്സ്പ്രസ് ബേണിംഗ്, ഗോദ്ര മസാക്കർ, ഇതൊക്കെ നമുക്കൊരു പെയിൻഫുൾ റിമൈൻഡർ ആയിട്ടാണ്, പാർട്ടീഷൻ്റെ പെയിൻഫുൾ റിമൈൻഡേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. ഇനി മറ്റൊരു നോട്ടഡ് ഹിന്ദി റൈറ്ററിനെ കുറിച്ചാണ് പറയുന്നത്, കൃഷ്ണ സോപ്തി. അദ്ദേഹം പറഞ്ഞത് പാർട്ടീഷൻ വാസ് എ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഫോർഗെറ്റ് ബട്ട് ഡേഞ്ചറസ് ടു റിമെമ്പർ. അതെ, ഭയങ്കര ഡിഫിക്കൽട്ടാണ് മറക്കാൻ, അറ്റ് ദ സെയിം ടൈം ഓർത്തെടുക്കാൻ ഭയങ്കര ഡേഞ്ചറസുമാണ്. അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് പാർട്ടീഷൻ എന്നാണ് കൃഷ്ണ സോപ്തി പറയുന്നത്. അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ, ടോബ തേഗ് സിംഗ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പാർട്ടീഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നടന്ന കുറേ ഇൻസിഡൻസ് തീമാക്കിയിട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മെയിൻ വർക്ക് മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ്, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് പാർട്ടീഷൻ. അതൊരു മാജിക് റിയലിസം ആണെങ്കിൽ പോലും കൃത്യമായി പാർട്ടീഷൻ്റെ പ്രോബ്ലംസ് അതിൽ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ തിങ്ക് യു ഓൾ റെഡ് ദാറ്റ്. ദെൻ ട്രെയിൻ ടു പാകിസ്ഥാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആ വർക്കും വളരെ ഫേമസ് ആണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സാദത്ത് ഹസൻ്റെയാണ് ആ ഒരു വർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ, പാർട്ടീഷൻ നോവൽസ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യൻ ലാംഗ്വേജസിൽ എഴുതിയ, നോട്ട് ഇൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ലാംഗ്വേജസ്, ഹിന്ദി അങ്ങനെയുള്ള ഭാഷകളിൽ എഴുതിയ കുറച്ച്, ഇവിടെ ഹിന്ദിയാണ് നമ്മൾ മേജറായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹിന്ദി ഭാഷയിൽ എഴുതിയ വർക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ shall we go? So partition novels in Hindi could be grouped in 2 broad categories. Those that dealt with events and forces that presage partition, those that deal with the partition itself and its consequences. അപ്പോൾ പാർട്ടീഷൻ നോവൽസ് ടു ടൈപ്സ് ഉണ്ട്. എന്താണ്, 2 ഇവൻറ്റ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്,
ഡീൽ ഇവൻറ്റ്സ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് പ്രിസേജ് ടു പാർട്ടീഷൻ. എന്താണ് പാർട്ടീഷന് മുമ്പ് നടന്ന എന്ന് വെച്ചാൽ പാർട്ടീഷൻ നടക്കാൻ കുറച്ച് ഇവൻറ്റ്സ് കാരണമായിട്ടുണ്ടാവും. ആ കാരണവും അതിൻ്റെ കുറച്ച് കോൺഫ്ലിക്റ്റുകളും അതിനെക്കുറിച്ചുള്ള നോവൽസുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ ഇറ്റ് സെൽഫ് ഇറ്റ്സ് കോൺസിക്വൻസസ്, പാർട്ടീഷനെ കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസസും ആണ് മറ്റൊന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ ബേസിൽ കുറച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ആർ അതൊന്ന് ഓർഡറിൽ പോവാം. സോ ദ ഫസ്റ്റ് വൺ നിഷികാന്ത് എന്ന് പറഞ്ഞ വർക്കാണ്, വിഷ്ണു പ്രഭാകറിൻ്റെ വർക്കാണ്. നോട്ട് ഇറ്റ് ഡൗൺ, ഒപ്പം എഴുതി പോവാ. നെക്സ്റ്റ് സതി മയ്യാക്ക ചോര, ഇത് ഭൈരവ് പ്രസാദ് ഗുപ്തയുടെ വർക്കാണ്. ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ആ ഒരു പാർട്ടീഷന് മുമ്പുള്ള ഇവൻറ്റ്സിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള നോവൽസാണ്. നെക്സ്റ്റ് ലോട്ടെ ഹുവ മുസാഫിർ, അത് കമലേശ്വർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വർക്കാണ്. ഓക്കെ, കമലേശ്വർ. ദെൻ തമസ്, ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു, ബിഷം സാഹിനെ. ദെൻ യശ്പാലിൻ്റെ മേരി തേരി ഉസ്കി ബാത്, ബിറ്റ്വീൻ യു ഹിം ആൻഡ് മീ. ഓക്കെ, അതാണ്. അപ്പോൾ ഇത്രയും വർക്കുകൾ എന്തിലുള്ളതാണ്? ഈ പാർട്ടീഷന് മുമ്പുള്ള ഇവൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വർക്ക് എന്താ പറയുക, ഖുശ്വന്ത് സിംഗിൻ്റെ വർക്കാണ്. സാദത്ത് ഹസൻ എന്നാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നു. അത് ടോബ തേഗ് സിംഗിലെ സെൻട്രൽ ക്യാരക്ടറിൻ്റെ നെയിമാണ് സാദത്ത് ഹസൻ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, അതാണൊന്ന് റീകളക്ട് ചെയ്തത്. അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ ഈസ് റിട്ടൺ ബൈ ഖുശ്വന്ത് സിംഗ്. ടോബ തേഗ് സിംഗിൻ്റെ സെൻട്രൽ ക്യാരക്ടറാണ് സാദത്ത് ഹസൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ വൺ മോർ ടൈം ഞാൻ പറഞ്ഞു തരാം. 2 കാറ്റഗറി. ഫസ്റ്റ് വൺ ഈസ് പാർട്ടീഷന് മുമ്പുള്ള ഇവൻറ്റ്സ്. ആ മുമ്പുള്ള ഇവൻറ്റ്സിൽ ഫസ്റ്റ് വൺ നിഷികാന്ത്, വിഷ്ണു പ്രഭാകറിൻ്റെ ആണ്. സതി മയ്യാക്ക ചോര എന്ന് പറയുന്നത് ഭൈരവ് പ്രസാദ് ഗുപ്തയുടെയാണ്. ദെൻ ലോട്ടെ ഹുവ മുസാഫിർ, അത് എന്താണ് മുസാഫിർ എന്ന് പറയുന്നത് കമലേശ്വറിൻ്റെയാണ്. ദെൻ മേരി തെരി ഉസ്കി ബാത് യശ്പാലിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി. നെക്സ്റ്റ് വൺ പാർട്ടീഷൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. പാർട്ടീഷനും അതിൻ്റെ കോൺസിക്വൻസസിനും കുറിച്ചിട്ട് എഴുതിയ വർക്കുകൾ. ഫസ്റ്റ് വൺ ഓർ ഇൻസാൻ മർ, അത് എഴുതിയത് ഓർ ഇൻസാൻ മർ ഗയ, അത് എഴുതിയത് രാംനാഥ് സാഗർ ആണ്. ദെൻ സെക്കൻഡ് വൺ ധർമ്മപുത്ര എഴുതിയത് ആചാര്യ ചതുർസേൻ ശാസ്ത്രിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജൂട്ടാ സച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് വൺ ബുക്ക് എഴുതിയത് യശ്പാലാണ്. ദെൻ ആദാ ഗാവോം, അത് റഹീം മസൂം റസ. പിന്നെ ഈ രണ്ടിലും പെടാത്തൊരു തേർഡ് കാറ്റഗറി ഉണ്ട്. അത് പിന്നീടുള്ള ഇവൻറ്റ്സ്, പാർട്ടീഷന് ശേഷമുള്ള ഇവൻറ്റ്സിനെ കുറിച്ച് കുറച്ചായിട്ട് പറയുന്ന ബുക്കുകളാണ്. അത് ഒന്ന് തഡ്കെ ബന്ധൻ, അത് വിഷ്ണു പ്രഭാകർ എഴുതിയതാണ്. ദെൻ ജൂതാ സച്ചിൻ്റെ സെക്കൻഡ് പാർട്ട് യശ്പാൽ എഴുതിയത്. അപ്പോൾ ഇത്രയാണ് വർക്കുകൾ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ് നമ്മൾ നിഷികാന്ത് വിഷ്ണു പ്രഭാകറിൻ്റെ ആണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വർക്കിൽ എന്തൊക്കെയാണ് പറയുന്നത് അതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വിഷ്ണു പ്രഭാകറിൻ്റെ നിഷികാന്ത് 1958 വന്ന വർക്കാണ്. ഏകദേശം 19 വർഷത്തെ ആ ഒരു കാലയളവാണ് അതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ അഡ്വെൻറ്റ് ഓഫ് ഗാന്ധി ടു ദ ബിഗിനിങ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ 1939 ആൻഡ് പ്രോബ്സ് ദ കോസസ് ഓഫ് ദ കമ്മ്യൂണൽ ഡിവൈഡ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം. അപ്പോൾ ഈ ഒരു ഗാന്ധിയുടെ വരവ്, ആ ഒരു സെക്കൻഡ് വേൾഡ് വാർ 1939, ദെൻ കമ്മ്യൂണൽ റയോട്ട്സിൻ്റെ ആ ഒരു കാരണം, കമ്മ്യൂണൽ ഡിവൈഡ്, ഹിന്ദു മുസ്ലിംസിൻ്റെ കമ്മ്യൂണൽ ഡിവൈഡിൻ്റെ കാരണം കൂടിയാണ് അതിൽ പറയുന്നത്. ദെൻ ഇവർ പറയുന്നത് ആ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്താണ്, ആ ഒരു കമ്മ്യൂണൽ റിയോട്ടിൻ്റെ മേജർ കാരണം എന്നതിന് അവർ പറയുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത പള്ളിയാണ് മേജർ കാരണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഇതെന്താണ്, രണ്ട് കമ്മ്യൂണിറ്റിയിലും പെട്ടെന്നുള്ളൊരു ദേഷ്യം ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റിയാസ്, അദ്ദേഹം ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിനെ കുറിച്ച് റിലീജിയൻ്റെ ബേസിലല്ലാന്നും എക്കണോമിക് ഡിസ്പാരിറ്റി കാരണമാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടർ ഇൻ ദാറ്റ് നോവൽ. നെക്സ്റ്റ് ഒരു ഹബീബ് ഷാഹബ് ഉണ്ട്. അദ്ദേഹം എന്തു വന്നാലും ഹിന്ദുസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സും അതിലുണ്ട് എന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നിഷികാന്ത് 1958 വിഷ്ണു പ്രഭാകർ എഴുതിയ നോവൽ. ഇറ്റ് വാസ് അബൌട്ട് പാർട്ടീഷൻ. അതിൻ്റെ കാരണം, ആ ഒരു കോസ് എന്താണ് എന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഭൈരവ് പ്രസാദ് ഗുപ്തയുടെ സതി മയ്യാക്ക ചോര. അതിൽ പറയുന്നത് ഈ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിൻ്റെ മേജർ കാരണം എന്താണ്? എക്കണോമിക് ഇൻഈക്വാലിറ്റി ആണ്. സാമ്പത്തികമായിട്ട് തുല്യമല്ലാത്ത ആളുകളായപ്പോൾ ഉള്ളൊരു ഫൈറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റെമഡി എന്ന് പറയുന്നതും ജനങ്ങൾക്കിടയിൽ ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്നതാണെന്നാണ് അവർ പറയുന്നത്. ദെൻ അതുപോലെ അവർ പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് വർക്ക് ഈസ് ലോട്ടെ ഹുവെ മുസാഫിർ, ദ മൈഗ്രൻസ് ഹു കെയിം ബാക്ക്. 1971 കമലേശ്വർ എഴുതിയ ഒരു നോവല്ലയാണ്, നോട്ട് നോവൽ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് നോവല്ല? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോവല്ല ആൻഡ് നോവൽ? യു ഷുഡ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? നോവലിനേക്കാൾ കുറച്ച് ചെറുതും ഷോർട്ട് സ്റ്റോറിയേക്കാൾ കുറച്ച് വലുതുമായിരിക്കും നോവല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണിത്. ഇത് കമ്മ്യൂണൽ വൈറസിൻ്റെ ആ ഒരു ആക്ടിവിസ്റ്റുകളുടെ എന്ന് വെച്ചാൽ പല ആക്ടിവിസ്റ്റുകളും കമ്മ്യൂണൽ വൈറസ് ജനങ്ങളുടെ ഇടയിലേക്ക്, ഇപ്പോൾ അലീഗർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ആ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്ത ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഓഫ് സെപ്പറേഷനോട് കൂടി ഉണ്ടായ സൈക്കോളജിക്കൽ ചേഞ്ചുകളൊക്കെയാണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് യശ്പാലിൻ്റെ സാഹിത്യ അവാർഡ് വിന്നിംഗ് നോവലാണ് മേരി തേരി ഉസ്കി ബാത്, ബിറ്റ്വീൻ യു ഹിം ആൻഡ് മീ. 1974 എഴുതിയതാണ്. ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡിൻ്റെ ആ ഒരു ഗ്രോത്ത്, അതുപോലെ 1945 44 ഉണ്ടായ പ്രോബ്ലംസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് കാണിക്കുന്നത് അമർ അതുപോലെ ഉഷ എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ വന്ന ആ ഒരു പ്രോബ്ലമാണ് ഇതിൽ പ്രോബ്ലമായിട്ട് കാണിക്കുന്നത്. ദെൻ ഇതിൽ ഇവർ പറയുന്നത് ബ്രിട്ടീഷാണ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇവിടെ വന്നതാണ് മേജർ റീസൺ, പാർട്ടീഷൻ്റെ മേജർ റീസൺ എന്നാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ് തമസ്. നമ്മൾ ഈ ഒരു ഈ ഒരു ബ്ലോക്ക് ഫുള്ള് നമ്മൾ പഠിക്കാൻ പോകുന്നത് തമസാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. ഇനി വരുന്നത് ആ ഒരു പാർട്ടീഷൻ ഇറ്റ്സെൽഫ്, ആ പാർട്ടീഷനെ കുറിച്ച് എഴുതിയതും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് എഴുതിയ നോവൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ഓർ ഇൻസാൻ മർ ഗയ ആൻഡ് മാൻ ഡൈഡ്. ആ ഒരു വർക്ക് നമ്മൾ രാംനാഥ് സാഗറിൻ്റെ ആണെന്ന് പറഞ്ഞു. 1948 വരുന്നത്. ഇത് പാർട്ടീഷനെ കുറിച്ച്, അവിടെ ഉണ്ടായ ഹൊറേഴ്സ്, ഗ്രൂസം ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ കുറിച്ചാണ് ഇതിൽ എഴുതുന്നത്. ഇതിൽ ക്യാരക്ടേഴ്സായ ആനന്ദ്, മൗലാന, നിർമ്മല, അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിലൂടെ ഹ്യൂമാനിറ്റി, ആ സ്പിരിറ്റ്, ഹ്യൂമാനിറ്റി ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടേഴ്സിലൂടെയാണ്. പിന്നീട് നെക്സ്റ്റ് നോവൽ ധർമ്മപുത്ര, ആചാര്യ ചതുർസേൻ ശാസ്ത്രി. അദ്ദേഹം ഈ റിലീജിയസ് ഫെനാറ്റിസത്തിൻ്റെ ആ ഒരു ഹോളോനെസ് ആണ് ആ ഒരു നോവലിലൂടെ കാണിക്കുന്നത്. ഇതിലൊരു യങ് മാനാണ് അതിൻ്റെ ഹീറോ, സെൻട്രൽ ഹീറോ. ദെൻ അദ്ദേഹം പാർട്ടീഷൻ്റെ എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തമായി ഹിന്ദുയിസം ബിലീവ് ചെയ്തിട്ട് പാർട്ടീഷനൊക്കെ നടത്തണം എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ്. അറ്റ് ദ end of his life he understanding that he was a Muslim. അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. അങ്ങനെ കുറ്റബോധം കൊണ്ട് തകർന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ ഒരു യങ് മാനെ പോർട്രേ ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്കിൽ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കലങ്ക് മൂവിയിൽ നമ്മുടെ വരുൺ ധവാന്റെ ക്യാരക്ടർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഹി വാസ് ദ റീസൺ ഫോർ ഓൾ ദ റയോട്ട് ഇൻ ദാറ്റ് പ്ലേസ്, അല്ലേ? നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹമാണ് ആ ഒരു റയോട്ടിനെ മേജറായിട്ട് നിൽക്കുന്നത്. ബട്ട് എന്താണ് ഉണ്ടാകുന്നത്? At the end of the day, he understand. I mean, at the end of all the problems, he understand he was the major cause of all the things, and he died there. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ജൂത്ത സച്ച്, സെക്കൻഡ് പാർട്ട്. രണ്ട് പാർട്ടുണ്ട്. അത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പേര് വതൻ ഓർ ദേശ് എന്നാണ്. ദെൻ ദ സെക്കൻഡ് പാർട്ട് ദേശിക ഭവിഷ്യ എന്നാണ്. വതൻ ഓർ ദേശ് 1958 ദേശിക ഭവിഷ്യ 1960 വന്നിട്ടുള്ളത്. ദെൻ ഇത് യശ്പാലിൻ്റെ വർക്കാണ്. ഒരു എപ്പിക് പ്രപ്പോർഷൻ, നോവൽ ഓഫ് എപ്പിക് പ്രപ്പോർഷൻ, ആ ഒരു ഇതിലേക്ക് ക്ലോസ് അതുപോലത്തെ ഒരു രീതിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്.
പാർട്ട് 1 ഭയങ്കര റിയലിസ്റ്റിക് ആയ കാര്യവും ഒക്കെയാണ്. പാർട്ടീഷൻ്റെ റിയൽ പിക്ചറാണ് നമുക്ക് പാർട്ട് 1 കിട്ടുക. എന്ന് വെച്ചാൽ ആ ഒരു ലാഹോറിലുള്ള ജനങ്ങളുടെ ക്രൂഷ്യൽ പീരീഡ്, ആ കൺട്രിയിലുള്ള ലൈഫ്, പീപ്പിൾസിൻ്റെ ലൈഫൊക്കെയാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം മാർച്ച് തൊട്ട് ആഗസ്റ്റ് 1947 വരെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ എല്ലാം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൽ പോർട്രേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി പാർട്ട് 2 അധികം അങ്ങോട്ട് എഴുതുന്നില്ല. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ റെഫ്യൂജീസിൻ്റെ അവസ്ഥ, അതുപോലെ വുമൻസിൻ്റെ അവസ്ഥ, എങ്ങനെയൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ലീഡേഴ്സ് എന്നുള്ളതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് ലാസ്റ്റ് വൺ ആദാ ഗാവോം റാഹി മസൂം റാസയുടെ വർക്കാണ്. ഒരു വില്ലേജ്, ഗംഗോലി എന്ന് പറഞ്ഞ ഗാസിപൂർ ഡിസ്ട്രിക്റ്റിൽ UP-യിലുള്ള ഒരു വില്ലേജാണ്. ആ ഒരു ഇതിൽ ഷിയ മുസ്ലിംസിനെ, ആ ഒരു വില്ലേജിൽ കൂടുതലും ഷിയ മുസ്ലിംസാണ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു മുസ്ലിംസിൻ്റെ പാകിസ്ഥാനിലേക്ക് പോയ ആ ഒരു കണ്ടീഷനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ബദിയുസ്മാൻസ് വാപ്സി എന്ന് പറഞ്ഞൊരു നോവല് 1980 വന്നതാണ്. ബിഹാരി മുസ്ലിംസ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന ബിഹാരി മുസ്ലിംസിൻ്റെ കണ്ടീഷനാണ് ആ ഒരു വർക്കിൽ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, തമസ് എന്ന നോവലല്ലേ ഞങ്ങൾക്ക് പഠിക്കാനുള്ളൂ, പിന്നെ എന്തിനാണ് ഇത്ര അധികം നോവൽസിൻ്റെ കഥ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് യു ഷുഡ് വാണ്ട് ടു സ്റ്റഡി 3 or 4 പീപ്പിൾസ്. ആ ഒരു 4 വർക്ക്സോ 3 വർക്ക്സോ പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. ഇന്നതിനെ കുറിച്ചായിരുന്നു, പക്ഷെ തമസ് ഇന്നതിനെ കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞ് എഴുതാം. അതാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ജസ്റ്റ് ആ ഒരു അറിഞ്ഞിരുന്ന് ആ വർക്കുകളുടെ പേര് മനസ്സിലാക്കി വെക്കുക, ദെൻ ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്യുന്നത് നല്ലതാണ്. ഡു ഇറ്റ്. ഓക്കെ, എ ഫ്യൂ ജനറൽ പോയിന്റ്സ് കുഡ് ബി മെയ്ഡ്. ഇനി കുറച്ച് ജനറൽ പോയിന്റ്സ് അവസാനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓൾ ദി ഹിന്ദി റൈറ്റേഴ്സ് റിഫർ ടു അബൌട്ട് ജനറലി റൈറ്റ് ഫ്രം എ സെറ്റിൽഡ് ബിലീഫ് ഇൻ സെക്യുലർ ആൻഡ് ഹ്യൂമൻ വാല്യൂ ദാറ്റ് ഗോ ബിയോണ്ട് റിലീജിയൻ, റീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ്, ഇപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ റൈറ്റേഴ്സിനും നിങ്ങൾ വായിച്ചു, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തിനൊക്കെ കുറിച്ചാണ് അവർ എഴുതിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്തിനെക്കുറിച്ചായിരുന്നു? കൂടുതലും സെക്യുലർ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചായിരുന്നു. മതം, അതുപോലെ റീജിയൻ, അതുപോലെ കമ്മ്യൂണിറ്റി, ഇതിനൊക്കെ അപ്പുറമുള്ള ഹ്യൂമൻ സെക്യുലർ വാല്യൂസിനെ കുറിച്ചിട്ടാണ് അവരെല്ലാവരും എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതൊരു വലിയ ട്രാജഡി ആണെന്നും ഇതൊരു ഗ്രേറ്റ് ലോസ് ആണെന്നും വളരെ വലിയൊരു സങ്കടമാണ് ഇന്ത്യക്ക് ഉണ്ടായതെന്നും എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു പാർട്ടീഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് നന്നായി എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്. Then the writing also demolished the myth held by some people that Muslim on the side of the border were on a block favor of the creation of Pakistan. അതുപോലെ ഈ ഒരു റൈറ്റിങ്സ് എന്തും കൂടി കാണിക്കുന്നുണ്ട്, പല മിത്തുകൾ പൊളിച്ചടക്കി. എന്ന് വെച്ചാൽ മുസ്ലിംസ് പാർട്ടീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് അവർ പോയതാണ്, ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ് പോയതാണ് എന്നുള്ളൊരു മിത്ത് ഉണ്ടായിരുന്നു. അതല്ല എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ പോയ ആൾക്കാരെ കുറിച്ചും അതുപോലെ ഇവിടെ നിലനിന്ന് കഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ചും കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്നുമുണ്ട്. ദെൻ ആ സമയത്ത് 2 ബോർഡറിലും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന എല്ലാ പ്രശ്നങ്ങളും നോവൽസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് നോവലായ പഞ്ചാബി നോവലായ പിഞ്ചർ, അമൃത പ്രീതത്തിൻ്റെ വർക്കാണ്. അമൃത പ്രീതത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, വളരെ ഫേമസ് ആയൊരു റൈറ്ററാണ്. ഇഫ് പോസിബിൾ അവരുടെ വർക്കുകളൊക്കെ ഒന്ന് റീഡ് ചെയ്യുക, ബ്യൂട്ടിഫുൾ വർക്കുകളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഷോർട്ട് പഞ്ചാബി നോവലിൽ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു സ്ത്രീകളുടെ കണ്ടീഷനൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ ഖുശ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, അത് ഞാൻ പറഞ്ഞിരുന്നു. ദെൻ തോബ തേഗ് സിംഗ്, അങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഐ നെവർ അഡ്വൈസ് യു ടു റീഡ് അതർ ലാംഗ്വേജസ്. എനിക്കത് താല്പര്യമില്ല. വായിക്കണോ, ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാം, നോ പ്രോബ്ലം. ബട്ട് കൂടുതലും നിങ്ങൾ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാർട്ടീഷനെ കുറിച്ച് അറിയാൻ നിങ്ങൾ പോയിട്ട് ഈ ഹിന്ദി ബുക്സ് ഒന്നും എടുത്ത് വായിച്ചിട്ട് കാര്യമില്ല. യു ഷുഡ് വാണ്ട് ടു നോ മോർ അബൌട്ട് പാർട്ടീഷൻ. അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ തോബ തേഗ് സിംഗ്, അതുപോലെ അമൃത പ്രീതത്തിൻ്റെ പിഞ്ചാറ്,
ദെൻ ട്രെയിൻ ടു പാകിസ്ഥാൻ, ഡെഫിനറ്റ്ലി സൽമാൻ റുഷ്ദി, മിഡ് നൈറ്റ് ചിൽഡ്രൻ, ആ വർക്കുകളൊക്കെ ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് എ ഈസി ചാപ്റ്റർ അല്ലേ, വളരെ ഈസിയാണ്. സോ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് നോട്ട് എഴുതുക. ലെക്ചർ നോട്ട്സ് എഴുതി എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നല്ലൊരു നോട്ട്, നല്ലൊരു എസ്സേ എഴുതി വയ്ക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.